കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ലൈറ്റ്സ് അത് കാണാൻ ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മളിന്ന് പോകുന്നത് കൊക്കിറ്റ്ലാൻഡിലാണ്. ലഫാർജ് ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്കിൻ്റെ ചുറ്റും ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ അതിൻ്റെ ചുറ്റും നിറയെ ലൈറ്റ്സ് കൊണ്ട് വർക്ക് ചെയ്തേക്കുന്നത് പല ഇത് ചെയ്തേക്കുന്നത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. മെട്രോ വാൻകൂവറിലെ തന്നെ ഏറ്റവും വലിയ ലൈറ്റ് ഷോ ആണ്. അതിൽ ഏറ്റവും വലിയ ഫ്രീ ആയിട്ടുള്ള ഔട്ട്ഡോർ ലൈറ്റ് ഡിസ്പ്ലേ ആണിത്. അപ്പോൾ നമുക്ക് പോവാം. വൈകുന്നേരം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് 1 hour ദൂരമുണ്ട്. നമ്മൾ ആബർട്ട്സ്ഫോർഡിലാണല്ലോ താമസിക്കുന്നത്. വൈകുന്നേരം നമ്മൾ നേരത്തെ തന്നെ ഇതെല്ലാം പ്ലാൻ ചെയ്തിരുന്നു. ന്യൂ ഇയർ നമുക്ക് അവിടെ സെലിബ്രേറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം എന്നൊക്കെ. കുട്ടികളെയും കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകാൻ ഉള്ള ഒരു പ്ലാനിലൊക്കെയാണ്. കാരണം നമുക്ക് വന്നപ്പോഴത്തേനും ആകെ കുഞ്ഞുങ്ങൾക്ക് മോൻ ഓക്കെയാണ്, പക്ഷേ എങ്കിൽ മോള് ഇവിടെ അങ്ങോട്ട് സെറ്റാവുന്നേ ഇല്ല. നമ്മളൊരാളെ നാനിവിസിക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ട് അതും നമുക്ക് സെറ്റായില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ജോലിക്ക് കയറുമ്പോഴത്തേക്കും 2 പേരെ നാട്ടിൽ കൊണ്ടുവിട്ടാലോ എന്നുള്ള ആലോചനകളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ലൈറ്റ് ഷോ സ്ഥലത്ത് നമ്മളെത്തി. അതായത് കൊക്കിറ്റ്ലാം ലഫാർജ് ലേക്ക് എന്നാട്ടോ ഈ ലേക്കിൻ്റെ പേര്. ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഇതിന് ചുറ്റും സെറ്റ് ചെയ്തേക്കുന്നത്. അതിങ്ങനെ നമുക്ക് നടന്ന് കാണാനും വേണ്ടിയുണ്ട്. പല ഷേപ്പിൽ, എന്താ പറയുക, ഡക്കിൻ്റെ ഷേപ്പിൽ വെള്ളത്തിൽ കുറേ ലൈറ്റ്സ് ഉണ്ടല്ലേ. ഈ ഒരു ഇത് കാണാൻ എന്ത് രസമുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ മഷ്റൂംസ്, അങ്ങനെ എന്താ പറയുക, പല സാധനങ്ങളെ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയാണ്. നമുക്ക് ആ വീഡിയോയിൽ അത്ര അങ്ങോട്ട് ഫുള്ളി ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ സൗന്ദര്യം. അത്രമാത്രം രസമായിരുന്നു. പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ ഒരു വിൻ്റർ ടൈമിൽ ഇത് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഇത് ഇങ്ങനെ നമുക്ക് പബ്ലിക്കിന് വന്ന് കാണാനുള്ള ഒരു സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കുഞ്ഞുങ്ങളുള്ള കാരണം ഞാൻ ചെറുതായിട്ടൊക്കെ എപ്പോൾ പോയാലും എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് വർക്ക് കാണും. അപ്പം ഞാൻ നഗറ്റ്സും മോൾക്ക് കൊടുക്കാനുള്ള ഫുഡും ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ 2 പേരും ഹാപ്പി ആയിരുന്നു. പിള്ളേർ വിശന്നിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നം തുടങ്ങും, നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് മോനും, പിന്നെ മോളാണെങ്കിലും കരയാനൊക്കെ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അവരെ എപ്പോഴും നമ്മൾ കൊണ്ടുപോകുമ്പോഴായാലും അവരെ കംഫർട്ടബിൾ ആക്കി അവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട്, ഞാൻ കാറിൽ നിന്ന് ഇറങ്ങാൻ നേരം ഇത്രയും നടക്കണമല്ലോ, അത് കഴിഞ്ഞിട്ടെല്ലാം ഇനിയിപ്പോൾ ഡയപ്പർ ചേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവളുടെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തു, കുറച്ച് പാലൊക്കെ കൊടുത്തു, കഴിക്കാൻ സ്നാക്സ് ഒക്കെ കയ്യിൽ കൊടുത്ത് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മളും ഓക്കെ ആയിരിക്കും. നല്ല തണുപ്പുണ്ട്. നമ്മൾ കാർത്തിമോനും തന്നെ അവളെ കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ നേരമൊക്കെ അവളെ ഉരുട്ടിക്കൊണ്ട് അവനാ നടന്നത്. ചില സ്ഥലമൊക്കെ ഇങ്ങനെ ഇറക്കവും കയറ്റമൊക്കെ ഉള്ള കാരണം നമുക്ക് കുറച്ച് ഇതുണ്ടായിരുന്നു അവളെ അവൻ കൊണ്ട് നടക്കുമ്പോൾ. എങ്കിലും ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ പിന്നെ കുറച്ച് നമ്മൾ എല്ലാവരും വന്നൊന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അവിടെ. നമ്മളും പോയി ഫോട്ടോസൊക്കെ എടുത്തു. ശരിക്കും ഈ തണുപ്പ് സമയവും ക്രിസ്മസ്, ന്യൂ ഇയർ ഇതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ പല സ്ഥലങ്ങളിലും പെയ്ഡായിട്ടുള്ള ലൈറ്റ്സിൻ്റെ പരിപാടികളും നടക്കാറുണ്ട്. ഇത് പണ്ട് തൊട്ടേ ഫ്രീ ആണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ലേക്കിന് ചുറ്റും ഇതെല്ലാം ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി ഇത് ചുറ്റും നടന്ന് തീർന്നതിന് ശേഷം തീരുമ്പോഴത്തേനും നമുക്ക് വിശക്കാനും തുടങ്ങും. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. 2 പേരെ നന്നായിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ജാക്കറ്റ്സ് ഒക്കെ ഇട്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറേയധികം ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അതിനുശേഷം നമുക്ക് ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ബാക്കിയുള്ള ലൈറ്റ്സ് ഒക്കെ നമുക്കൊന്ന് കണ്ടാലോ. പറഞ്ഞ പോലെ തന്നെ നടന്നു തീർന്നപ്പോഴത്തേനും ദാഹവും, തണുപ്പാണെന്ന് പറഞ്ഞാലും ദാഹവും വിശപ്പും ഒക്കെ ആയി. നമ്മൾ ലഞ്ചും ഈവനിങ് ചായയുടെ കൂടെ എന്ത് സ്നാക്സും പിള്ളേർക്ക് കൊടുത്താണ് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ആയി. നമ്മൾ കെഗ്ഗിലാണ് ഫുഡ് കഴിക്കാൻ വന്നത്. മോന് സ്റ്റേക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് വന്നു. കൺമണിക്കും പിന്നെ എന്ത് കൊടുത്താലും അവൾ വായിൽ വെച്ച് കഴിക്കാനുള്ള മടിയൊന്നും കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബണ്ണോ ചിക്കൻ്റെ പീസും എന്തൊക്കെയോ അവൾക്ക് കൊടുത്തു. അവളും കഴിച്ചു. അങ്ങനെ നല്ലൊരു എന്താ പറയുക, ന്യൂ ഇയർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ താങ്ക് യു, ടാറ്റ, ബൈ, സീ യു.